നമ്മുടെ കാലിക്കറ്റിലെ OSMന്റെ ഇവിഗോ ഷോറൂമിൽ വന്നപ്പോഴേക്കും ഒരു വെഹിക്കിൾ ഒന്ന് പരിചയപ്പെടാൻ സാധിച്ചു. അതായത് നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ സ്ട്രീം ഓട്ടോയാണ്, ഇലക്ട്രിക് ഓട്ടോയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവർ പ്ലസ് ഓണർ നമ്മുടെ കൂടെ ഉണ്ട്, വിജേഷ് ചേട്ടൻ. ഹായ് വിജേഷ് ചേട്ടാ. ചേട്ടാ, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എന്തുകൊണ്ട് ഈ ഒരു ഓട്ടോ എടുത്തു, പിന്നെ ഇത്ര നാൾ ഇപ്പോൾ 8 മാസമായി എടുത്തെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര കിലോമീറ്റർ ഓടി, എങ്ങനെയുണ്ട് ഓവറോൾ എക്സ്പീരിയൻസ്? പോക്കറ്റിൽ കാശ് നിൽക്കുന്നുണ്ടോ? പോക്കറ്റിലൊക്കെ കാശൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ആദ്യം ഇലക്ട്രിക് വണ്ടിയാണല്ലോ കുറേ. ഇപ്പം ബജാജൊക്കെ ഒരുപാട് വണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത്ര കുറച്ച് വണ്ടിയേ ഉള്ളൂ അന്നേരം. അപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ട് ഇത്. എനിക്ക് സ്ഥിരമായിട്ട് കുറേ ഇങ്ങനെ പാർസലും കാര്യങ്ങളും കൊണ്ടുപോകാണ്ട്, കല്യാണ വീട്ടിലൊക്കെ ബിരിയാണി കൊണ്ടുപോകാണ്ടാവും. നമ്മൾ സ്റ്റീലിൻ്റെ ജാറില്ലേ, അങ്ങനത്തെ ഒരു 3 ജാറ്, നല്ല വെയിറ്റുള്ള ജാറ് ഇതിവിടെ നിരത്തിവിടും, അതിൽ നിരത്തിവിടും. പിന്നെ സീറ്റിൻ്റെ മുകളിലൊക്കെ പല ട്രേകൾ, ഗ്ലാസിൻ്റെ ട്രേ, പ്ലേറ്റിൻ്റെ ട്രേ, അങ്ങനെ ഫുൾ സാധനങ്ങളായിട്ടാണ് ഞാൻ രാത്രി 11 മണിക്ക് റിട്ടേൺ കൊണ്ടുപോവുക, ഉച്ചക്ക് കൊണ്ടുപോയി അവിടെ ഇറക്കി കൊടുക്കുക. അങ്ങനെ സ്ഥിരമായിട്ട് പണിയുണ്ട്. അപ്പം അങ്ങനത്തെ സാധനങ്ങൾ കയറ്റാൻ അത്യാവശ്യം ലോഡ് എടുക്കാൻ അതിനനുസരിച്ച് കണ്ടപ്പോഴാണ് ഞാൻ അടുത്തത്. ശരി. അപ്പോൾ രാവിലെ തൊട്ട് എങ്ങനെയാ, എന്തൊക്കെ പരിപാടികൾക്ക് പോകുന്നുണ്ട്? രാവിലെ ഒരു 3 മണിക്ക് എണീച്ചിട്ട് പേപ്പർ കൊണ്ട് കഷായമനി അങ്ങനെ ഓരോ ഷോപ്പിന്റെ മുമ്പിൽ തട്ടിയിട്ട് കൊടുത്താൽ മതി. ഏജന്റുമാർക്കുള്ള അതൊരു 5 മണിയാകുമ്പോൾ കഴിയും. പിന്നെ വന്നിട്ട് ഒരു 2 മണിക്കൂർ ഉറങ്ങും. പിന്നെ ഒരു 8 ആകുമ്പോൾ ഒരു ട്രിപ്പ് സ്കൂൾ കുട്ടികളെ കൊണ്ട്, പിന്നെ 9 കാലമാകുമ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് കൊടുക്കും. അപ്പോൾ ഒരു 10 മണിയായി. പിന്നെ ഞാൻ വന്ന് ചാർജിനിടും. പിന്നെ ആരെങ്കിലും ഇതുപോലെ ഒരു പാർസൽ കമ്പനി ഉണ്ട്, ഈ ഇൻസുലേഷൻ ടാപ്പ്, സ്പ്രേ പെയിൻറ്റ് അങ്ങനെയൊക്കെയുള്ള, അവർക്ക് എല്ലാ ഷോപ്പിലും സപ്ലൈ ചെയ്യണം. മുട്ടായിത്തെരുവ്, പാളയത്തെല്ലാം കൊടുക്കാണ്ട് അവിടെ എല്ലാം ഇത് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ റെസ്റ്റ് എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആരും വിളിക്കുകയാണെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ നമ്പറുള്ള ആൾക്ക്. പിന്നെ ഒരു ദോശമാവിൻ്റെ സപ്ലൈ ഉണ്ട്. ഒരു ഉച്ചയാകുമ്പോൾ ഒരു കുറേ ഹോട്ടൽ, തട്ടുകട, അങ്ങനെയുള്ള ഓരോ ഷോപ്പിലേക്കുള്ള ദോശമാവ്, അതും സ്ഥിരമായിട്ട് പണ്ടേ ഉള്ളതാണ്. അതൊക്കെ ഞാനൊരു ആപ്പോസിറ്റിയിലാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ആ ആപ്പോസിറ്റിൻ്റെ വണ്ടി പണി നടന്നുകൊണ്ടിരിക്കും, ബ്രേക്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്നത്. പിന്നെ ഈ വണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല, കാരണം അങ്ങനെ തന്നെ വെച്ചാണ്. എനിക്ക് റെയിൽവേൻ്റെ അടിയിൽ കൂടി പോകാണ്ട്, അപ്പോൾ എന്തെങ്കിലും ചെയ്താൽ തട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചാണ് വണ്ടി. എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുള്ള വെച്ചാൽ, ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പണികൾ ചെയ്യുന്ന ഒരു ഓട്ടോയാണ്. അപ്പം ഇതെങ്ങനെയാ ചാർജ് ചെയ്യുന്നത്, എത്ര ചാർജ് കിട്ടുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊന്ന് പറയാം. കാരണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. ചാർജ് ഇപ്പോൾ ഒരു 50% ആണെങ്കിൽ ബാക്കി 50 ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ട് അവിടെ കിടന്നു. വീട്ടിൽ തന്നെയാണോ ചാർജ്? വീട്ടിൽ നിന്നാണ് ചെയ്ത്. വീട്ടിൽ അതിനായിട്ട് വേറെ വയറൊക്കെ വാങ്ങിച്ച് ഇതിന് കണക്കായിട്ട് സെറ്റാക്കി. 3 മണിക്കൂറാണ് ഫുൾ ചാർജ്. അതായത് ഒരു 20% ഇതിൽ ബാലൻസ് വെച്ചിട്ട് പിന്നെ 100% അവിടെ വരെ നമ്മൾ നോക്കൊന്നും വേണ്ട. അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്താൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇതിന് റേഞ്ച് എത്ര കിട്ടുന്നുണ്ട്, എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുന്നുണ്ട് ഫുൾ ചാർജിൽ? ഇത് 130 കിലോമീറ്റർ ഓടാൻ പറ്റും. 130 നമുക്ക് അത്രയൊന്നും ഇപ്പോൾ ലോങ് ആണെങ്കിൽ മാത്രമേ അത് നമ്മൾ നോക്കലുള്ളൂ. ഞാൻ നോക്കലൊന്നും ഇല്ല. എനിക്ക് ഇങ്ങനത്തെ നോക്കലൊന്നും ഇല്ല. ഏകദേശം 8 മാസം കൊണ്ട് 27,000 സംതിങ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അറിയാലോ, 27,000 എന്ന് പറഞ്ഞൊരു ഓട്ടോ വെച്ച് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ഓട്ടോ ഒന്നുമല്ല. എന്നാലും നല്ല ഓട്ടോ ഓടുന്ന ഒരു ഓട്ടോയാണ്. അപ്പം ഇനി അറിയേണ്ടത് സർവീസ് ഇന്റർവെല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ട്, മെയിൻ്റനൻസ് കോസ്റ്റും ഓവറോൾ കോസ്റ്റ്, ഡെയിലി എത്ര ചാർജ് ചെയ്യാനുണ്ട്? ചാർജ് ചെയ്യാൻ ഒരു 2 മാസം കൂടുമ്പോഴാണല്ലോ കറണ്ട് ബില്ല് വരാം. അപ്പോൾ വീട്ടിൽ ആദ്യം ഒരു 1,500 വരുന്നുണ്ട്. ഇപ്പോൾ 5,600 അങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ 5,600 1,500 പോയി കഴിഞ്ഞാൽ 4,000 രൂപ 2 മാസത്തിന് ചിലവുള്ളൂ. ഒരു മാസം 2,000 രൂപ വെച്ച് വരുന്നുള്ളൂ. ഡീസൽ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം 12,000 രൂപ വേണം. 2 മാസം കൂടുമ്പോൾ 4,000 ആവണുള്ളൂ. അപ്പോൾ 2 മാസം കൂടുമ്പോൾ 24,000 രൂപ വരും ഡീസൽ. നമുക്കൊരു 300 രൂപേൻ്റെ ഡീസൽ എന്തായാലും എൻ്റെ ഈ പണി എടുക്കണമെങ്കിൽ ഒരു 300 രൂപ എന്തായാലും വേണം. ശരി. ഇനിയിപ്പോൾ സർവീസ് പാർട്ട് കൂടെ നോക്കാം. കാരണം നമുക്ക് നോർമൽ ഡീസൽ വണ്ടിയാണെങ്കിൽ, പെട്രോൾ വണ്ടികളാണെങ്കിൽ സർവീസ് എപ്പോഴും റെഗുലർ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിന്റെ സർവീസ് ഇന്റർവെൽ എത്രയാ? അങ്ങനെ ചെയ്യാനൊന്നും ഇല്ല. കുറച്ചൊരു 300 ഓയിൽ മാത്രം മോട്ടറിൽ മാറ്റാണ്ടാവുള്ളൂ. വേറെ ഒന്നും വരുന്നില്ല, ബാറ്ററി ഇല്ല, വേറെ ഒരു സംഗതി ഇല്ല. പിന്നെ ബ്രേക്ക് ഇതുവരെ അങ്ങനത്തെ കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ ഉണ്ടായില്ല. അങ്ങനെ ചെറിയൊരു കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ വീട്ടിലാണെങ്കിൽ അവിടെ വന്നിട്ട് ശരിയാക്കി തരും. പിന്നെ ബാക്കിലൊരു സോക്കറ്റ് ഉണ്ട്, അതിൽ വെള്ളം കയറി. അപ്പോൾ അതാ കുറച്ച് നേരം തുറന്നിട്ട് ഇട്ടപ്പോൾ സംഭവം ശരിയായി. ഇനിയിപ്പോൾ അത് നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓവറോൾ എന്നാലും ഹാപ്പിയാണല്ലോ. കുഴപ്പമില്ല. ആദ്യം പേടി ഉണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഒരു ധൈര്യമുണ്ട്. ഒരു 8 മാസം കഴിഞ്ഞില്ലേ, ഇതുപോലെ തന്നെ അങ്ങനെ മുന്നോട്ട് പോകും. ശരി, ഓക്കെ താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്. OSMന്റെ സ്ട്രീമിന്റെ ഒരു യൂസറെ കിട്ടിയിട്ടുണ്ട്, മുജീബ് ഏട്ടൻ. ഹായ് മുജീബ് ഏട്ടാ. ഹായ്. എങ്ങനെയുണ്ട് ഓവറോൾ നമ്മുടെ സ്ട്രീമിന്റെ പെർഫോമൻസ്? വണ്ടി കുഴപ്പമില്ല, നല്ലൊരു വണ്ടിയാണ്. വണ്ടി അത്യാവശ്യം ജീവിക്കാൻ നല്ലൊരു വരുമാന മാർഗം
ഇതുമൊന്ന് കിട്ടുന്നുണ്ട് എനിക്ക്. ചില ദിവസം ഒരു 1000-1500 രൂപ ഓടുന്നുണ്ട്. അതിന് എനിക്ക് 120 മൈലേജ് വണ്ടി തരുന്നുണ്ട്. ഒരു ദിവസം ഒരു 70 രൂപ 60 രൂപ 70 രൂപ കറണ്ട് ചാർജ് എനിക്ക് ബില്ലാണ്ട്. അത്രേ ആവുന്നുള്ളൂ. ഓക്കെ. അപ്പം ഇത് എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ടോട്ടലാ? ഇത് 17,333. ഓക്കെ. ഇപ്പം ഇറങ്ങിയിട്ട് ഇപ്പം എടുത്തിട്ട് ഇപ്പോൾ ഒരു 7 മാസം. 7 മാസം കൊണ്ട് 17,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പം ഇതിന്റെ സർവീസ് എങ്ങനെയുണ്ട്? മീൻസ് നോർമൽ നമ്മൾ ഡീസൽ വണ്ടി വെച്ച് നോക്കുമ്പോഴത്തേക്കും അറിയാലോ. സർവീസ് മെയിൻ്റനൻസ് വളരെ കുറവാണ്. മറ്റ് മെയിൻ്റനൻസുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പല വണ്ടികൾക്കും 6 മാസം 7 മാസം കഴിയുമ്പോൾ പല മെയിൻ്റനൻസ്, ക്ലച്ച് ഡിസ്ക്, മറ്റുള്ള മെയിൻ്റനൻസുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിന് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. നോർമൽ എത്ര കിലോമീറ്ററിലാണ് സർവീസ് ഇന്റർവെൽ വരുന്നത്? 5000 കിലോമീറ്റർ ചെക്കപ്പ് ഉണ്ട്. പിന്നെ 10,000 സർവീസ്, ഓയിൽ സർവീസ്, മറ്റേ മോട്ടോർ ഇഞ്ചിനിലെ സർവീസ് വരുന്നുണ്ട്. ഓയിൽ സർവീസ് മോട്ടറിൽ ഓയിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഇഞ്ചിനിൽ നമ്മൾ ഓയിൽ ഒഴിക്കാറുണ്ട്. എന്നാൽ മാതിരി മോട്ടറിൽ ഓയിൽ 750 ഗ്രാം ഓയിൽ വേണം വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മോട്ടർ കത്തിപ്പോകുന്നവർ പറഞ്ഞു. അപ്പോൾ 750 ഗ്രാം ഓയിൽ 10,000 കിലോമീറ്റർ ആകുമ്പോൾ അവർ സർവീസിന് മാറ്റി തരും. പിന്നെ 15,000 ചെക്കപ്പാണ്. ഇനി 20,000 ചെയ്യാനുള്ളത്. പിന്നെ 5,000 ചെക്കപ്പാണ്. പിന്നെ 5,000 15,000 അതിൽ ചെക്കപ്പ് ഉണ്ടാകുക. വണ്ടി 3 വീൽ അയച്ചൊന്ന് പൊടിയൊക്കെ തട്ടി ക്ലീൻ ചെയ്ത് തരും. ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ മെയിനായിട്ടും ബ്രേക്ക് പാഡ് മാത്രമല്ലേ ഉള്ളൂ? അതിനുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ചെറിയൊരു ഓയിലിന് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ആ ബ്രേക്ക് ഓയിൽ. പിന്നെ വേറെ ഓവറോൾ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? കാരണം നമ്മുടെ വിപണിയിലേക്ക് വന്നിട്ടുള്ളൊരു 2 വർഷം കൊണ്ട് വന്നിട്ടുള്ളൊരു മോഡലാണ്. ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടിയാണ്. മറ്റുള്ള നമ്മൾ ആക്റ്റീവൊക്കെ ഓടിക്കുന്നതുമായി തന്നെ പെട്ടെന്ന് മൂവിങ് കിട്ടും വണ്ടി. അത് വണ്ടി ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മൂവായി മറ്റുള്ള വണ്ടികളൊക്കെ പാസ് ചെയ്ത് പോകാനുള്ള ഒരു മൂവിങ് കിട്ടും. ചട മൂവിങ് ആണ് ഇതിന്. ഈ ബൂസ്റ്റ് മോഡ് യൂസ് ചെയ്യാറുണ്ടോ? നമ്മുടെ സിറ്റിയിലാണോ മെയിനായിട്ട് ഓടിക്കാറുള്ളത്? അല്ല, ഞാൻ ഗ്രാമങ്ങളിലാണ് ഓടിക്കല്ലേ. എൻ്റെ മുനിസിപ്പാലിറ്റി രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലാണ്. കൂടുതൽ ടൗണിൽ ഏരിയകൾ പോകുമ്പോൾ മാത്രമേ, സിറ്റിയിൽ പോകുമ്പോൾ മാത്രമേ അവിടെ ഓടിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ ഓടിക്കല്. ഓക്കെ. ലഗേജ് ഒക്കെ വെച്ചിട്ട് ലഗേജൊക്കെ പോയി 500 കിലോ പോലും ഞാൻ വെക്കുന്നുണ്ട്. 10 ചാക്ക് സിമെൻറ്റും ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെ പോയി 500 കിലോ തേങ്ങ കട കൊടുക്കാൻ, രാമനാട്ട് കട കൊടുക്കാൻ കൊണ്ടുപോയി. കുഴപ്പമില്ല, അടി നല്ല വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാ വെച്ചാൽ എല്ലാവർക്കും ഒരു സംശയമാണ്, ഈ ഇലക്ട്രിക് ഓട്ടോസ് ഇങ്ങനെ പ്രത്യേകിച്ച് വണ്ടികളൊക്കെ വലിക്കുമോ, കയറ്റം വലിക്കുമോ, അല്ലെ ലോഡ് വെച്ച് കയറുമോ, ഇങ്ങനെയുള്ള ഡൗട്ടുകളാണ് മെയിനായിട്ടും എല്ലാവരും. അത് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തന്നെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ വീട് പണി നടക്കുമ്പോൾ 10 ചാക്ക് സിമെൻറ്റ് കൊണ്ടുപോയി നോക്കി. ചെറിയ കയറ്റമൊക്കെ, അത്യാവശ്യം കയറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കുഴപ്പമില്ല. എന്നാലും പക്ഷേ ഞാൻ ആരും വിളിച്ചാലും പോകലുണ്ട് ലഗേജ് കൊണ്ടുപോയി. പിന്നെ എന്തുകൊണ്ടാണ് ഈ OSM ചൂസ് ചെയ്യാൻ വേണ്ടി, സ്ട്രീം ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കാരണം? ഞാൻ ഓട്ടോ എടുക്കാൻ വിചാരിച്ചതല്ല, എൻ്റെ സ്നേഹിതൻ്റെ നിർബന്ധം കൊണ്ട് എടുത്താണ്. എനിക്ക് നാട്ടിൽ ബസ്സുണ്ട്. ഞാൻ എൻ്റെ സ്നേഹിതന്മാർ കൊണ്ട് അപ്പം ബസ് സർവീസ് നടത്തിക്കൊണ്ടൊക്കെ. അപ്പോൾ അവനോട് കാർ എടുക്കണം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇവിടെ പോയി. കാരണം അഭിലാഷിൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ ഓനെ മുട്ടി പോകാൻ പറഞ്ഞ് വരികയാണ്. അങ്ങനെ വിളിച്ചു. ഒരു പറഞ്ഞ് നിർബന്ധത്തിന് ഓട്ടോ എടുത്തപ്പോൾ എനിക്കൊരു നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. അവൻ 1000-1500 രൂപേൻ്റെ ഇടയിൽ ഡെയിലി ഓടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു 100 രൂപ മാക്സിമം പോയാൽ മാറ്റി വെച്ചാൽ മതി. കറണ്ട് ബില്ലിനുള്ളത് ഏറി കഴിഞ്ഞാൽ അതേ വരുള്ളൂ. എൻ്റെ വീട്ടിൻ്റെ ഇടയ്ക്ക് ഒരു 6000-6500 രൂപ എനിക്ക് കറണ്ട് ബില്ല് വരുന്നുള്ളൂ 2 മാസം. അപ്പം ഡീസൽ വെച്ച് നോക്കുമ്പോൾ മുന്നേ ഡീസൽ ഏതെങ്കിലും ഓട്ടോ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഓട്ടോ ഇതുവരെ യൂസ് ചെയ്തില്ല. ഫസ്റ്റ് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ മറ്റുള്ളവർ ചോദിക്കുന്നിടത്ത് ഒരു 1500 രൂപയ്ക്ക് ഓടണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് 350-400 രൂപേൻ്റെ ഡീസൽ വേണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഓവറോൾ അപ്പം വെഹിക്കിൾ എങ്ങനെയുണ്ട്? ഒരു കൺക്ലൂഷൻ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ? ഒറ്റയടിക്ക് പറഞ്ഞാൽ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓടിക്കാൻ സുഖമാണ്. ആർക്കും ഓടിക്കുക, സ്ത്രീകൾക്കും ആർക്കും ഓടിക്കുക. ഒരു നല്ല ലെവലുണ്ടെങ്കിൽ, ബൈക്ക് ഓടിച്ച ലെവലുണ്ടെങ്കിൽ ആർക്കും ഇത് ഓടിക്കണം. എൻ്റെ സ്നേഹിതന്മാർ മൊത്തം ഇതെടുത്ത് ഓടിക്കാറുണ്ട്. അവർക്ക് ബൈക്ക് ഓടിച്ച പരിചയമുള്ളതല്ല. ഓവറോൾ ഒരു കാര്യം കൂടെ, സസ്പെൻഷൻ സൈഡും കാര്യങ്ങളും ഒക്കെ. പിന്നെ എന്താ ഈ ഒരു വണ്ടിയുടെ ഓവറോൾ ലുക്ക് കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു അഭിപ്രായം? ഇത് പറഞ്ഞാൽ ബാക്ക് വണ്ടിയാണ്. ഇത് ഒറിജിനൽ ആപ്പ ടൈപ്പാണ്. ആർക്കും ഇത് അറിയില്ല, കാരണം ഇലക്ട്രിക് വണ്ടിയാണെന്നുള്ളത്. എല്ലാവരും പറഞ്ഞാലേ അവർക്ക് അറിയുള്ളൂ ഇതെന്താ പച്ച ചെയ്തെന്ന് അവർ ചോദിക്കുന്നുള്ളൂ. എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാം ഇത് ഇലക്ട്രിക് വണ്ടിയാണെന്ന് അറിയുള്ളൂ. അല്ലാഞ്ഞത് ആരും തിരിച്ചറിയില്ല. സസ്പെൻഷൻ സൈഡ് എങ്ങനെയുണ്ട്? കംഫർട്ടബിൾ ആണോ? കുഴപ്പമില്ല. പിന്നെ ചേട്ടൻ ഇതിൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇത് നോക്കി നമ്മുടെ ഡീസൽ ഓട്ടോസിലൊക്കെ കാണുന്ന പോലെ ഇത് ഈ ഒരു ഗാർഡ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പടുത വേറെ പുറത്ത് ഏൽപ്പിച്ചാണ്. ഇത് രണ്ടുമല്ലേ ചെയ്തിട്ടുള്ളൂ? വേറെ എന്തെങ്കിലും? അതൊന്നും ചെയ്തില്ല. ഇത് കുറച്ചുകൂടെ ലുക്കിന് വേണ്ടിയാണോ അതോ സേഫ്റ്റിക്ക്? അല്ല, സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഓവറോൾ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു സ്ട്രീമിൻ്റെ ഓണറേയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രദീപ് ചേട്ടനാണ്. ഇവിടെ കാലിക്കറ്റ് തന്നെ ഫറൂഖ് കോളേജ് നിയറാണ് ഓടിക്കുന്നത്. അപ്പോൾ ചേട്ടാ എത്ര നാളായി വണ്ടി എടുത്തിട്ട്? 2 മാസം. 2 മാസം. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഏകദേശം? 4239. ഓക്കെ, ഇപ്പോൾ കറണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഓവറോൾ എക്സ്പീരിയൻസ് നമ്മുടെ സ്ട്രീം വെച്ചിട്ട്? കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമായിട്ട് നല്ല റണ്ണിങ് ആണ്. രാത്രിയൊന്നും കുഴപ്പമില്ല. നല്ല ലൈറ്റും പിന്നെ സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിൽ മറ്റേ നമ്മൾ ഇടക്കിടക്കുള്ള
ഒന്നും കുഴപ്പമില്ല. ഈ കറണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞില്ല. ഓക്കെ. അപ്പോൾ ഡെയിലി എങ്ങനെയാ ചാർജിങ്? നമ്മുടെ വീട്ടിൽ തന്നെയാണോ ചാർജ്? വീട്ടിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ പോസ്റ്റ് മേലൊക്കെ ഉണ്ട് ഇപ്പോൾ. പോസ്റ്റ് മേലൊക്കെ ഞാൻ ഫോണിൽ പൈസ കയറ്റിക്കുകയാണെങ്കിൽ നമ്മളെ പോസ്റ്റ് മേലൊക്കെ കയറ്റാൻ കഴിയുന്നുണ്ട്. പിന്നെ ഡെയിലി എങ്ങനെയാ ഓട്ടം? നമ്മുടെ ഓട്ടോ ആണോ അതോ? നോർമൽ ഓട്ടം നമ്മൾ അധികം ഫോൺ ട്രിപ്പാകില്ല. അപ്പോഴും ഫോൺ വന്നു കൊടുക്കുകയാണ്. നേരത്തെയും ഫോൺ വന്ന് ഫോൺ ട്രിപ്പാണ് ജാസ്തി ഉണ്ടാകുക. സ്കൂൾ കുട്ടികളെ കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഫോൺ ട്രിപ്പാണ് ജാസ്തി ഉണ്ടാകുക. സ്കൂൾ കുട്ടികളെ രാവിലെ വൈകുന്നേരം എടുക്കും. പിന്നെ ഓരോ ലഗേജ് നല്ല കയറ്റും. നമ്മളെ സാധാ ചെറിയ ഓട്ടോറിക്ഷൻ്റെ മാതിരിയല്ല, ലഗേജ് നല്ല ഇഷ്ടമാതിരി കയറ്റാം. നമുക്കൊരു 10 ചാക്ക് സിമെന്റ് ഒക്കെ എടുത്താലും നല്ല കയറ്റൊക്കെ അത്യാവശ്യം വലിയ. എങ്ങനെയാ ആക്ച്വലി ഓയസം ഈ ഒരു വണ്ടീനെ പറ്റി അറിഞ്ഞേ? എൻ്റെ ഒരു സ്നേഹിതണ്ട് മുജീബ് തന്നെ, എൻ്റെ നാട്ടിൽ തന്നെയല്ലേ. അപ്പോൾ പറഞ്ഞിങ്ങനെ കറണ്ടിൻ്റെ വണ്ടി എടുക്കുകയാണെങ്കിൽ കറണ്ടിൻ്റെ വണ്ടി എടുത്തോ. അല്ല എനിക്ക് ഹാർബറിൽ ഒരു പണിയും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് പുതിയാപ്പ ഹാർബറിലാണ്, ഇവിടെ അല്ല പുതിയാപ്പ ഹാർബറിൽ പോകണം. അത് 25 കിലോമീറ്റർ അങ്ങോട്ട് ഓടണം വണ്ടിയായിട്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി ഇങ്ങോട്ട് വന്ന് പിന്നെ ഒരു 10-30 കിലോമീറ്റർ 130 കിലോമീറ്റർ സുഖമായിട്ട് ഓടാൻ കഴിയും. അപ്പോൾ എനിക്ക് ആകെ കറണ്ടിൻ്റെ വരുന്നത് ഒരു 50 ഉറുപ്പ്യൊക്കെയാണ്. വീട്ടിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു 140 കിലോമീറ്റർ 150 കിലോമീറ്റർ ഒക്കെ ദിവസം ഓടും. ഓ, അത്ര ഓട്ടം ഉണ്ട്. റേഞ്ച് ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ട്? ഏകദേശം 130 കിലോമീറ്റർ ഓടും. ഞാൻ ചോറുന്നാൻ വന്നിക്കുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ ചാർജ് ഇടും. രാത്രി ഫുൾ ചാർജ് ഇട്ടാൽ ഫുൾ ചാർജ് ആവും. ഫുൾ ചാർജ് ആയിക്കുകയാണെങ്കിൽ ഞാൻ ഹാർബറിൽ പണിക്ക് പോകും. അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു 50 കിലോമീറ്റർ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നാട്ടിൽ സ്കൂൾ കുട്ടികളായിട്ട് ഒരു 9 മണിയാകുമ്പോൾ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകും. പിന്നെ നാട്ടിൽ അല്ലറ ജില്ലയൊക്കെയായിട്ട് ഒരു 140-150 കിലോമീറ്റർ ഒക്കെ ഞാൻ ഡെയിലി ഓടും. അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ട്. ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ? എന്തായാലും ഒരു 150 കിലോമീറ്റർ ഒക്കെ ഞാൻ ദിവസം ഓടും. പക്ഷേ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ പിന്നെ ഫോണിൽ എന്തായാലും നമ്മൾ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ആപ്പുണ്ട്. ആപ്പ് കയറ്റിയിട്ടാൽ ഫോണിൽ പൈസ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വണ്ടി തീർന്നിക്കുകയാണെങ്കിൽ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ പോസ്റ്റ് നിന്നൊക്കെ ചാർജ് ചെയ്യാം. നമുക്ക് ഓടിക്കാൻ എങ്ങനെയുണ്ട്? ഹാൻഡ്ലിംഗ് നല്ല സുഖം. പവർ എങ്ങനെയുണ്ട്? പവറും കുഴപ്പമില്ല. ഞാനിപ്പോൾ നമ്മൾ നിങ്ങൾ ഈ കയറ്റൊക്കെ ഉണ്ടല്ലോ, വലിയൊരു അത്യാവശ്യമുള്ള കയറ്റ ഒരു 5 ആളൊക്കെ എടുത്തിട്ട് നല്ല പോകുക. വണ്ടിക്ക് തന്നെ ഒരു 3 ആളെ പെർമിറ്റ് ഉണ്ടാകും. പക്ഷേ 5 ആൾ എടുത്താലും കയറ്റൊക്കെ സിമ്പിളായിട്ട് അങ്ങനെ വലിയ പവറിൽ അങ്ങോട്ട് പോകില്ല. മറ്റേ വണ്ടി പോണാരി പോയില്ലെങ്കിലും കയറ്റം അങ്ങനെ പോകും. നിൽക്കൂല, വണ്ടി നിൽക്കൂല. പിന്നെ ഇതില് ചേട്ടൻ ഈ ഒരു ഗാർഡ് ഈ ഒരു സൈഡ് കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളൊരു ലെതർ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയറൊക്കെ കുറച്ച് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ ഈ ചാർജർ വെക്കാൻ വേണ്ടി ആളൊരു സ്പെഷ്യൽ ഒരു ബോക്സ് ലെഫ്റ്റ് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ചുകൂടെ കൺവീനിയൻസിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഇത്രയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. വേറെ സ്പ്രിംഗ് ഇട്ടുണ്ട്. ഒരു വണ്ടി ഇങ്ങനെ ശരിക്ക് കംഫർട്ടിന് വേണ്ടി അല്ലേ? ആർക്കൊരു ഇരുന്നിക്കുകയാണെങ്കിൽ ഒരു തരിപ്പോ കുലുക്കൊന്നും ഉണ്ടല്ലോ വണ്ടിക്ക്. നല്ല ശരിക്കും നമ്മളൊരു നല്ല റോഡിന് പോകുകയാണെങ്കിൽ ശരിക്കും ഒരു കാറിൽ പോകണ സുഖം. ഇളക്കണ്ടാവില്ല. ഒരു തരിപ്പോ മറ്റേ നമ്മളെ മറ്റേ ഡീസൽ വണ്ടിയൊക്കെ പോകുമ്പോൾ നല്ല ജർക്കിങ് ആണുണ്ട്. ഒരു ജർക്കിങ് ഉണ്ടാവില്ല. വണ്ടി സുഖം. അത് ഡ്രൈവർക്കാണ് ഏറ്റവും സുഖം. വെച്ചാൽ നമുക്ക് രാത്രി വരെ ഓടിക്കുകയാണെങ്കിൽ ക്ഷീണം ഉണ്ടാവില്ല. ജർക്കിങ് ഇല്ലാത്തതിനുണ്ട്. ഞാൻ ആദ്യം ഡീസലിൻ്റെ വണ്ടിയിൽ ആപ്പൻ്റെ വലിയ വണ്ടിയിലേ പോയിരുന്നു. അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ വണ്ടി. ശരി, അപ്പോൾ മൊത്തത്തിൽ ഹാപ്പിയാണ്. സുഖം. എങ്ങനെയാണ്? ലാഭമാണോ? ഓവറോൾ എന്താ പറയാനുള്ളത്? ലാഭം ആണോ ചോദിച്ചാണ്ടോ? 50 ഉറുപ്പ്യൻ്റെ ചാർജ് ഏകദേശം വരുന്നുള്ളൂ ഡെയിലി. ഡെയിലി 50-60 ഉറുപ്പ്യൻ്റെ അടുത്ത് ചാർജ് വരും. പിന്നെ ബാക്കിയൊക്കെ നമ്മളെ ഡീസലേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു 300, 350, 400ൻ്റെ വരെ ഞാൻ ഡീസൽ അടിക്കലുണ്ട് ഡെയിലി. 400 ഉറുപ്പ്യ ഡീസൽ അടിക്കണ ആളാപ്പൊക്കെ ഒരു 60 ഉറുപ്പ്യ എൻ്റെ കറണ്ട് ചാർജ് വരുന്നു. ലാഭം തന്നെ അല്ലേ? കൂട്ടി അറിയില്ല. ഓക്കെ, സന്തോഷം. അപ്പോൾ പരിചയപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി സ്ട്രീം ഇലക്ട്രിക് ഓട്ടോ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ കണ്ടു. അതേപോലെ തന്നെ അപ്പോൾ അവരുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസും കസ്റ്റമർ ഫീഡ്ബാക്കും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഒരു 2 വർഷം കൊണ്ട് തന്നെ നമ്മുടെ വിപണിയിലേക്ക് വളരെ ശക്തമായിട്ട് തന്നെ കയറി വന്നിട്ടുള്ളൊരു ബ്രാൻഡാണ് OSMൻ്റേത്. സോ ഈ ഒരു ഓട്ടോയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓട്ടോയുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ പ്രൊവൈഡ് ചെയ്തേക്കാം.